ഹലോ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുണ്ടൽപേട്ടയിലാണ്. ഗുണ്ടൽപേട്ടയിൽ ഒരു അടിപൊളി മുന്തിരിത്തോട്ടമുണ്ട്. സാധാരണയായി നമ്മൾ മുന്തിരിപ്പാടം തേടി പോകുന്നത് കമ്പവും തേനിയും ഒക്കെയാണ്. എന്നാൽ നിങ്ങളിനിയും കമ്പത്തേക്കും തേനിക്കൊന്നും കൊണ്ട ഇവിടേക്ക് വന്നോളൂ. എവിടെയാണെന്നല്ലേ എല്ലാം ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോയിലൂടെ. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. വീണ്ടും ഒരിക്കൽ കൂടി വയനാട് ചുരത്തിൽ ബ്ലോക്കിൽ പെട്ട് കിടക്കുക. നമ്മൾ വയനാട്ടിലോട്ട് പോവുകയാണ്. വയനാട്ടിലോട്ടല്ല, കുറച്ച് ദൂരെ പോവുകയാണ് ഒരു മുന്തിരിപ്പാടം കാണാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ വയനാട് ചുരത്തിൽ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്. ഒരു രക്ഷയില്ല. വയനാട് ചുരത്തിൽ ഈ സമയത്ത് മഴയില്ല, പക്ഷേ നമ്മുടെ താമരശ്ശേരിയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു വന്നപ്പോൾ. ഇടയ്ക്ക് മഴ പെയ്യും, പിന്നെ മഴയില്ല. അതാണ് ഗ്ലാസ്സിലൊക്കെ മഴയും തുള്ളികൾ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ബ്ലോക്കും ഉണ്ട്. കണ്ടോ, ഈ വണ്ടികളൊക്കെ മുന്തിരിപ്പാടം കാണാൻ വന്നവരാണ്. കൂടാതെ KSRTC ബസ്സുകൾ വന്നു കഴിഞ്ഞാൽ ഒരു പട ജനങ്ങളാണ്. ഇവിടെ ഒരു ടോൾ പാസ് ഉണ്ട്, അവിടെ ഇറങ്ങും. ബസ്സിന് വരുന്നവർ ഈ ടോൾ പാസിൻ്റെ അടുത്താണ് ഇറങ്ങേണ്ടത്. ബത്തേരിയിൽ നിന്നും ഗുണ്ടൽപേട്ടയ്ക്കുള്ള ബസ്സിലെ യമണ്ടൻ തിരക്കായിരുന്നു. ഇരിക്കാനൊന്നും സീറ്റ് ഉണ്ടായിരുന്നില്ല, നിന്നാണ് വന്നത്. ഒരു 2 ബസ്സിൽ കൊള്ളുന്ന ആൾക്കാർ ഒരു ബസ്സിൽ തിങ്ങി നിറഞ്ഞിട്ട്. പ്രിയദർശിനി ബസ്സായിരുന്നു. നല്ല തിരക്കാണ്. ഇതേ നമ്മുടെ ബസ് പോകുന്നു, ഗുണ്ടൽപേട്ടയ്ക്കുള്ള ബസ്സാണ്. അപ്പോൾ നമ്മൾ ആ ബസ്സിനാണ് വന്നത് കേട്ടോ. ഈ കാണുന്നതാണ് ടോൾ പാസ. ബസ്സിനൊക്കെ വരുന്നവരെ ടോൾ പാസിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ടോൾ പാസ കഴിഞ്ഞിട്ടാണ് ബസ് ഇറങ്ങേണ്ടത്. അതിനുശേഷം കുറച്ച് മുന്നോട്ട് നടക്കണം. മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ ഇതാ ഈ കാണുന്ന കാറുകളും ആൾക്കാരൊക്കെ ഈ മുന്തിരിപ്പാടം കാണാൻ വരുന്നവരാണ്. കൂടാതെ പൂപ്പാടം കാണാൻ വരുന്നവരും ഒരുപാടുണ്ട്. കുറച്ച് മുന്നോട്ട് വരുമ്പം ഇടത് സൈഡിലോട്ട് ഒരു വഴി കാണാം. അവിടെ ഒരു മുന്തിരി വണ്ടി നിർത്തിയിരിക്കുന്നതാണ്. ഇതാ നമ്മളിപ്പോൾ കാണാം. ഇതേ ആ കാണുന്ന വണ്ടിയാണേ. അതിലെഴുതിയിട്ടുണ്ടാവും മുന്തിരിത്തോട്ടത്തിലേക്ക് സ്വാഗതം എന്ന്. ആ വഴിയിലെ ജസ്റ്റ് മുന്നോട്ട് നടന്നാൽ മുന്തിരിപ്പാടത്തെത്താം. പ്രത്യേകം ശ്രദ്ധിക്കുക, ബത്തേരിയിൽ നിന്ന് ഗുണ്ടൽപേട്ടയ്ക്ക് പോകുമ്പോൾ ടോൾ പാസ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങേണ്ടത്. ഈ സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, ഈ മുന്തിരിത്തോട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം ഈ വീഡിയോയിലൂടെ. യമണ്ടൻ തിരക്കുള്ള ഒരു മുന്തിരിത്തോട്ടം. മുന്തിരിത്തോട്ടം കാണാൻ വന്നവരാണ്. തിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ഞാനിവിടെ മുന്തിരിത്തോട്ടത്തിലെത്തിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. കാര്യം കോഴിക്കോട് നിന്ന് രാവിലെ വന്നെങ്കിലും ബത്തേരിയിൽ നിന്ന് ബസ് കിട്ടാൻ ഭയങ്കര തിരക്കായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മുന്തിരിത്തോട്ടം കാണാൻ പോകുമ്പോഴേ നമുക്കൊരു 25 രൂപ ടിക്കറ്റ് എടുക്കണം. അതിന് ശേഷമാണ് നമുക്ക് തോട്ടത്തിലോട്ട് കാണാൻ പോകാൻ. കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് കൗണ്ടർ കാണാം. അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. നമ്മളങ്ങോട്ട് കിടക്കുമ്പം തന്നെ ഇതാ ഈ കാണുന്നതാണ് മുന്തിരിത്തോട്ടം. നമ്മളിപ്പോൾ ജസ്റ്റ് ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് കടന്നതാണ്. 25 രൂപയായിരുന്നു ടിക്കറ്റ് ഒരാൾക്ക്. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുറച്ച് പൂന്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ചെറിയ പൂന്തോട്ടങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞുതരാം, കാഴ്ചകളും കാണിച്ചു തരാം. മുന്തിരിത്തോട്ടത്തിലോട്ട് കിടക്കുന്നതിന് മുമ്പേ ഇത് കണ്ടോ, കുറേ ജമന്തി പൂക്കളുടെ തോട്ടമാണിത്. നല്ല രസമുണ്ട് കാണാൻ. ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുന്തിരിത്തോട്ടത്തിലേക്ക് സ്വാഗതം എന്ന്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ഈ കാണുന്ന ജനങ്ങൾ മൊത്തം ഈ മുന്തിരിത്തോട്ടം കാണാൻ വന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഞാനിവിടെ എത്തിയപ്പം കുറേ ലേറ്റായിപ്പോയി. അതുകൊണ്ട് കുറച്ച് സമയം മാത്രമേ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം തിരിച്ച് നമുക്ക് കോഴിക്കോട് എത്തേണ്ടതുണ്ട്. ഈ മുന്തിരിത്തോട്ടത്തിൽ എന്താണ് നടക്കുന്നത്, എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല. ഒരു സ്ഥലത്ത് ഫോട്ടോഷൂട്ട്, ഒരു സ്ഥലത്ത് വീഡിയോ ഷൂട്ട്, അങ്ങനെ എല്ലാവിധ പരിപാടികളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതെന്ന് വെച്ചാലേ നമ്മൾ സാധാരണ ഒരു മുന്തിരിത്തോട്ടം കാണണമെങ്കിൽ കമ്പത്തേക്കോ തേനിയിലേക്കൊക്കെ വണ്ടി കയറണം. മലബാറുകാരൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് ദൂരം വേണം. ആ സമയത്താണ് നമ്മുടെ മലയാളീസിൻ്റെ ഒരു മുന്തിരിത്തോട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഇപ്പോൾ ജനങ്ങളുടെ ഒഴുക്കാണ്. മുന്തിരി ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല കിളന്തം മുന്തിരികൾ.
അടുത്ത മാസം ഒരു 20-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്തിരി ചുളു വിലയ്ക്ക് വാങ്ങി പോകാൻ പറ്റും. മുന്തിരി തോട്ടം കാണുകയും ചെയ്യുക, മുന്തിരി വാങ്ങി പോവുകയും ചെയ്യുക. കൂടെ വേണമെങ്കിൽ പൂക്കളും വാങ്ങാം. ഓണമല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മുന്തിരിത്തോട്ടം കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആകാംക്ഷയും ആ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുണ്ടൽപേട്ടയ്ക്ക് അടുത്തുള്ള ഒരു മുന്തിരി പാടത്തിലാണ്. ഇത് മലയാളീസിൻ്റെ തന്നെ ഒരു കൃഷിയാണ്. അപ്പോൾ നമ്മൾ മുന്തിരിപ്പാടം കാണാൻ വന്നിരിക്കുകയാണ്. മുന്തിരി കൃഷി വിളവെടുപ്പായിട്ടില്ല. ഓഗസ്റ്റ് മാസം 20-ാം തീയതി ഒക്കെ ആവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓണത്തിൻ്റെ ഒക്കെ ടൈമിൽ വരികയാണെങ്കിൽ നമുക്ക് മുന്തിരി വാങ്ങിയിട്ട് പോകാൻ പറ്റും. മുന്തിരിത്തോട്ടത്തിൽ വന്ന് മുന്തിരി കണ്ടുപോയാൽ മതി, പറിച്ച് നശിപ്പിക്കരുത്. പക്ഷേ ഞാനൊരു മുന്തിരി പറിച്ചിട്ടേ അതൊന്ന് രുചിച്ച് നോക്കിട്ടോ, നല്ല പുളിയാണ്. ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ വിളവെടുപ്പായിട്ടില്ല. ഓഗസ്റ്റ് മാസം 20-ാം തീയതി ഒക്കെ ആവുമെന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ഇവിടുത്തെ വിളവെടുപ്പൊക്കെ ഉണ്ടാവുക. ഒരുപാട് നാളായി ഞാൻ കമ്പത്തോ തേനിയിലോ ഏതെങ്കിലും ഒരു മുന്തിരിത്തോട്ടത്തിൽ പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന, ഇൻസ്റ്റയിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ ഒക്കെ ട്രെൻഡിങ് ആണ് ഈ മുന്തിരിത്തോട്ടം. ആ മുന്തിരിത്തോട്ടം കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഉടനെ വന്ന് വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഞായറാഴ്ച ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പം നിറയെ കുലച്ച് നിൽക്കുന്ന ഒരു മുന്തിരിപ്പാടം ഒരുപാട് ഇഷ്ടമായി. ഇതുണ്ടല്ലേ, നല്ല രസമുണ്ട് കാണാൻ. ഇത് നമ്മുടെ നാട്ടിലും ഉണ്ടാക്കാനൊക്കെ പറ്റും തോന്നുന്നു. പക്ഷേ അതിന് കറക്റ്റ് വളർത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാവണം. വയനാട്ടിൽ നിന്നൊക്കെ മുന്തിരിപ്പാടം കാണാൻ വരുന്നവർക്കേ സ്വന്തം വാഹനം ഇല്ലെങ്കിലും പേടിക്കാനില്ല. ബത്തേരിയിൽ നിന്ന് ഒരുപാട് ബസ്സുകളുണ്ട്. ഗുണ്ടൽപേട്ടയ്ക്കും മൈസൂറിനും ബാംഗ്ലൂരിനും ഒക്കെ പോകുന്ന വണ്ടികൾ. അതിൽ കയറി വന്നാൽ മതി. ഞാൻ അങ്ങനെയാണ് വന്നത്. പക്ഷേ ഒരുപാട് റിസ്ക് എടുത്തിട്ടോ, അത്രയ്ക്ക് തിരക്കായിരുന്നു ബസ്സിൽ. മുന്തിരിത്തോട്ടം കാണാൻ വരുമ്പോൾ നമുക്ക് സൂര്യകാന്തി തോട്ടവും അതുപോലെ തന്നെ ചെണ്ടുമല്ലിയുടെ ഒക്കെ പൂക്കളൊക്കെ കണ്ടിട്ട് ഇവിടുത്തെ തിരിച്ചു പോകാൻ പറ്റും. ഒരു ദിവസം ഗുണ്ടൽപേട്ടയ്ക്ക് കയറിക്കോളൂ. മലബാറുകാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് വന്നു പോകാൻ പറ്റിയ ഒരു കിടില സ്ഥലം. കൂടാതെ ഇവിടെ സപ്പോട്ടമരമൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട് സപ്പോട്ട. മുന്തിരിപ്പാടവും പൂന്തോട്ടമൊക്കെ കാണാൻ വരുന്നവർ എത്രയും പെട്ടെന്ന് വന്ന് കണ്ടോളൂ. മുന്തിരിയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മുടെ ബത്തേരിയിൽ നിന്നൊക്കെ ബസ് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു പൂരത്തിന് വരുന്ന ജനങ്ങളെ പോലെയാണ്. ഭയങ്കര ജനങ്ങളാണ്. ഒരു പൂരത്തിൻ്റെ ആൾക്കാരാണ് ഇവിടെ മുന്തിരിത്തോട്ടം കാണാനുള്ളത്. അപ്പോൾ എങ്ങനെ, മുന്തിരിപ്പാടത്തെ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായ ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. ഇതേപോലെ മനോഹരമായ വീഡിയോസ് കാണാനേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബൈ ബൈ.